ഓണമുണ്ണാനുള്ള ഒരുക്കങ്ങൾക്കായുള്ള ഓട്ടപ്പാച്ചിലാണ് ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. ഉത്രാടപ്പാച്ചിലിന്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ, ഓരോ നഗരത്തിലെയും മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ റെഡിയാണ്. പത്തനംതിട്ടയിൽ നിന്ന് CK അഭിലാലുണ്ട്, ഇടുക്കിയിൽ നിന്ന് ജെയിനസ് രാജു ഉണ്ട്, എറണാകുളം തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് വിഷ്ണു പ്രകാശുമുണ്ട്. ആദ്യം നമുക്ക് പത്തനംതിട്ടയിലെ ഓണാഘോഷത്തിലേക്ക്, ഓണക്കാഴ്ചകളിലേക്ക് ഒന്ന് പോയി വരാം. CK അഭിലാലാണ് നമുക്കിപ്പം ഉള്ളത്. അഭിലാൽ, പത്തനംതിട്ടയിൽ എങ്ങനെയാണ് ഓണം റെഡിയായ, ഓണം വൈബിലാണോ അവിടെയുള്ള ആളുകളൊക്കെ? പത്തനംതിട്ട പന്തളത്ത് വയ്യം എന്നുള്ള ഒരു തുണിക്കടയിലാണുള്ളത്, വസ്ത്രവ്യാപാര കേന്ദ്രം. ദൃശ്യങ്ങളിൽ കാണാം, ഈ എത്തിച്ചേർന്നിട്ടുള്ളവരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ്. പുരുഷന്മാർ പൊതുവെ കുറവാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആഘോഷിക്കാൻ താല്പര്യപ്പെടുന്നത് സ്ത്രീകൾ തന്നെയാണെന്ന് തോന്നുന്നു. ഏറെ നേരമായി വന്ന് നിന്ന് അവർക്ക് ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ തന്നെ വാങ്ങാൻ വേണ്ടി ഉള്ള ക്രമീകരണം, അത്തരത്തിലുള്ള വിശാലമായ സെലക്ഷൻ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഉറപ്പിക്കാമോ? നോക്കുക, ഓരോന്നും ഇഷ്ടപ്പെടുന്ന എടുക്കും. അതൊക്കെ എടുത്തു ഇതുവരെ അത് കുഞ്ഞുങ്ങൾക്ക് എടുത്തു, 4 പേർക്കും, പിന്നെ അനിയനെടുത്തു, ഇനി അമ്മയ്ക്ക് എടുക്കണം, അനിയത്തിക്ക് എടുക്കണം. അപ്പം സ്വന്തമായിട്ട് വേണ്ടേ? വേണം, നോക്കുക, ഇഷ്ടപ്പെടുന്ന എടുക്കും. എന്തായി, ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം തീർത്തിട്ടാണ് ഇറങ്ങിയത്? വീട്ടിലെ കാര്യങ്ങൾ തീർത്തിട്ട് അറിയാം. ഇവിടെ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആഘോഷം സ്ത്രീകൾക്ക് മാത്രമായിട്ട് ആഘോഷം എടുത്തോ? എടുത്തില്ല. ചേച്ചി, എന്താ തൃപ്തിയായോ ഇതില്? ഇഷ്ടപ്പെട്ടു, നല്ല സെലക്ഷനാണ്, ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഇനി ആർക്കൊക്കെ എടുക്കാനുണ്ട്? ഈ ചേച്ചിക്ക് എടുത്തു, എല്ലാവർക്കും എടുത്തു, ഇനി കുറച്ചുകൂടെ എടുക്കണം, ചേട്ടനൊക്കെ എടുക്കും. സ്ഥാപനത്തിന്റെ ഉടമ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ നമ്മുടെ കച്ചവടം, ഓണം? കസ്റ്റമർ ഞങ്ങളോട് നല്ല സാറ്റിസ്ഫൈഡ് ആണ്, നല്ല വിശ്വാസമുണ്ട്. അതേ വിശ്വാസം ഞങ്ങൾക്ക് കസ്റ്റമറോടും ഉണ്ട്. പ്രതീക്ഷിച്ചതിലും വളരെ നല്ല സെയിലുണ്ട്. നല്ല ഓണം തന്നെ. ഈ ഓണക്കാലത്ത് ചിലപ്പം ചില സമയത്ത് ഡിസ്കൗണ്ട്, അതല്ലെങ്കിൽ സ്ക്രാച്ച് ആൻഡ് വിൻ, അങ്ങനെ സമ്മാനങ്ങൾ അതൊക്കെ ഉണ്ടോ? അത് ഓരോ കടകളിൽ അവരുടെ പ്രൈസിങ് മാർജിൻ അനുസരിച്ചാണ്. ഞങ്ങൾക്ക് പണ്ട് മുതലേ ഒരു ഹോൾസെയിൽ ലെവലിൽ തന്നെ പോകുന്നുണ്ട്. നമുക്ക് കസ്റ്റമർക്ക് പെർട്ടിക്കുലർലി ഡിസ്കൗണ്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡിസ്കൗണ്ടഡ് പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസ്. അതുകൊണ്ടാണ് കസ്റ്റമർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്, നല്ല രീതിയിൽ സെയിൽ നടക്കുന്നുണ്ട്. കസ്റ്റമറൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഓണക്കോടിയുടെ സെക്ഷനിലേക്ക് പോവാം. മുണ്ട് സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. സാരി സെലക്ട് ചെയ്തോ അമ്മ? സാരി സെലക്ട് ചെയ്തോ? സെറ്റ് സെലക്ട് ചെയ്തോണ്ടിരിക്കുക. ആർക്കൊക്കെ എടുക്കുന്നുണ്ട്? ഇവിടെ നമുക്ക് ഒരാൾക്ക് മതി. ബാക്കിയുള്ളവർക്കൊക്കെ അവരൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എടുത്തു. ചേച്ചി, സ്വന്തമായിട്ടാണോ? സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ? അതെ, ഞാൻ കുറച്ചു നേരം കൊണ്ട് വിചാരിച്ചു ഒന്നിനടുത്തൊന്ന് വരണമെന്ന്. ഒന്നേ എടുക്കുന്നുള്ളോ? രണ്ടെണ്ണം എടുത്തു. ആർക്കാണെന്ന് പറയാമോ? രണ്ടാമത്? രണ്ടും എനിക്ക് തന്നെ. സെറ്റ് എടുക്കുന്ന ഒത്തിരി ഇഷ്ടം എനിക്ക്. കുഞ്ഞിനെ ഒന്നും എടുത്തില്ലയോ? എന്തൊരു സങ്കടം മുഖത്ത്. അല്ല, എനിക്ക് ഭാര്യയും മോളും എടുക്കുന്നേ ഉള്ളൂ. കുഞ്ഞിനെ നോക്കുകയാണ് ചേട്ടൻ്റെ ചുമതല. ഞങ്ങളെല്ലാം ഇപ്പം തുടർച്ചയായിട്ട് 10 വർഷം കൊണ്ട് ഇവിടുന്ന് എടുക്കുന്നത്. നല്ല സെലക്ഷനാണ്. പുതിയ ചേട്ടൻ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി കിടക്കുന്നത്? ഉറപ്പിച്ചോ? ഉറപ്പിച്ചിരിക്കുക. വേറെ ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ട്. കൂട്ടിയാണ് സാധാരണ വരുന്നത്. എത്ര നമ്മുടെ ഈ ഓണത്തിന്റെ ഈ ഓണക്കോടിയുടെ ഒരു ബഡ്ജറ്റ് എത്ര പ്രതീക്ഷിച്ചത്? നമ്മുടെ ഞാൻ സെയിൽസ്മാൻ ഇവിടുത്തെ. അതാണ് ഈ വരുന്ന ആളുകളെ പിന്നെ കേരള സാരിയാണോ ഡ്രസ് എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സ്ത്രീകൾ വളരെ പ്രയാസപ്പെട്ട് കളറൊക്കെ നോക്കി അതിന്റെ ഡിസൈൻ ഒക്കെ നോക്കി സെലക്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഈ മൈക്കുമായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത്. അവലാലേട്ടനോട് ചോദിക്കാനുള്ളത്, കുഞ്ഞുണ്ണിക്കും അതോടൊപ്പം തന്നെ അഞ്ജലി ചേച്ചിക്കും ഡ്രസ്സ് എടുത്ത് കൊടുത്തോ? ഓണക്കോടി എടുത്തോ? അത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ള ഡ്രസ്സ് ഭാര്യ അഞ്ജലിയാണ് സെലക്ട് ചെയ്തത്. അഞ്ജലി അത് വാങ്ങി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നാളെ തിരുവോണ ദിവസമാണ്. അഞ്ജലി തന്നെയാണ് അത് കൈമാറുന്നത്. മറ്റൊരു വിശേഷം, എനിക്കുള്ള ഡ്രസ്സും അഞ്ജലി എടുത്ത് ഞങ്ങൾക്ക് മാത്രമല്ല ഫാമിലിക്ക് മൊത്തം വാങ്ങാണേ.
സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ ഒരു ടെക്നിക്ക് ഇപ്പോഴാണ് പിടികിട്ടത്. എടുത്തോ? ഇത് എൻ്റെ ഒരു ദീർഘകാല സുഹൃത്താണ് കേട്ടോ. കോളേജ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഇപ്പോഴാണ് ദീർഘകാലത്തിന് ശേഷം കാണുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഓണക്കാലമല്ലേ, അപ്പോൾ അതുകൊണ്ട് സന്തോഷവും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ആരൊക്കെയുണ്ടോ അപ്പം? കൂടെ വൈഫും മോളും ഉണ്ട്. തുണിയെടുക്കാൻ സെലക്ഷന് പോയോ? അതെ അതെ, അവർ സെലക്ഷന് പോയി. ഈ സർവകലാശാലയിലെ ജീവനക്കാരനാണ്. അവരെ കൂടെ ഒന്ന് കാണിച്ചു. അവരെന്തൊക്കെയാ ആദ്യം എടുക്കുന്നത്? എന്തൊക്കെയാണ് പ്ലാൻ? എന്താ ഇവിടെ നല്ല കളക്ഷൻസ് ആണ്, എല്ലാം റീസണബിൾ പ്രൈസിനും കിട്ടും. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. മോക്ക് ഏത് ഡിസൈനോടാ താല്പര്യം? നാളെ സാരിയാണോ കൊടുക്കുന്നത്? കേരള സാരിയാണോ കൊടുക്കുന്നത്? പട്ടുപാവാട ഇവിടെ നിന്ന് എടുക്കും? നാളെ മുണ്ടാണ്, മുണ്ടും പിന്നെ ജുബ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നാളത്തെ പരിപാടികളെല്ലാം പോകുന്നത്. അപ്പോൾ എന്തായാലും കച്ചവടവും എല്ലാമായിട്ട് എല്ലാം ഒരു കൂട്ടായ്മയാണല്ലോ. ദീർഘകാലത്തിന് ശേഷം ഓണത്തിന് കാണാൻ ശരി. അപ്പം ഇത് പത്തനംതിട്ടയിലെ ഒരു അതെ ഓണത്തിരക്ക് എങ്ങനെയാണെന്ന് കാണാൻ പോയ അഭിലാലിന് എന്തായാലും ഒരു പഴയ സുഹൃത്തിനൊക്കെ കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വസ്ത്രവ്യാപാരശാലയിലൊക്കെ വലിയ തിരക്കാണ്. ഈ അവസാന നിമിഷവും കുടുംബത്തിന് വേണ്ടി ഓണക്കോടി എടുക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ.